കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിയപ്പോൾ എന്തൊക്കെയാണ് പ്രചരണം നടക്കുന്നത് നോക്കൂ. എത്ര പേരെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിരിക്കുന്നത്? 40 വയസ്സ് തികയാത്ത 3 ജില്ലാ പ്രസിഡന്റുമാർ ഞങ്ങൾ. ആരും അതിനെപ്പറ്റി പറയുന്നില്ല. അശ്വിനിക്ക് 40 വയസ്സായിട്ടില്ല. പ്രശാന്ത് ശിവന് 40 വയസ്സായിട്ടില്ല. ലിജിൻ ലാലിന് വെറും 42 വയസ്സേ ആയിട്ടുള്ളൂ. പ്രഫുൽ കൃഷ്ണന് 39 വയസ്സേ ആയിട്ടുള്ളൂ. നമുക്ക് ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് എല്ലാവരും വലിയ വർത്തമാനം പറയും. ആരോ പറയുന്നത് കിട്ടുന്നില്ല ഏതോ ചാനലിൽ വലിയ ആവേശത്തോടു കൂടി 35 വയസ്സുള്ള ആളെ എങ്ങനെ നിങ്ങളാക്കും? സാർ, ഞങ്ങൾക്ക് ലോവർ ഏജ് ലിമിറ്റ് ഇല്ല. 60 വയസ്സിൽ കവിയരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലിമിറ്റ്. ആരെങ്കിലും ലോവർ ഏജ് ലിമിറ്റിനെ പറ്റി സംസാരിക്കാറുണ്ടോ? 32 വയസ്സിൽ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പിന്നെയാണ് 35 വയസ്സുള്ള ഒരാൾക്ക് ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പ്രചാരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്. നമുക്ക് വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു അസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ ഈ 27 സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ടാവും. അത് മറികടക്കാൻ ശേഷിയുള്ള, അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഏതോ ചില പത്രങ്ങൾ പറയുന്നത് കേട്ടു, ഗ്രൂപ്പുകൾക്ക് അതീതമായി. എന്താ തെറ്റ്? ഒരു തെറ്റായ പ്രവണതയാണോ? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു വലിയ ഗ്രൂപ്പീസാണ് BJP. കൃഷ്ണദാസ് പക്ഷം, മുരളീധരൻ പക്ഷം, മറ്റേ പക്ഷം, ശോഭ പക്ഷം. ഇപ്പൊ പറയുന്നു പക്ഷമില്ലാത്തവർക്കൊക്കെ എങ്ങനെ ഇടം നേടി. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? പക്ഷമില്ലാത്തവർക്ക് പ്രവർത്തിക്കണ്ടേ? അപ്പൊ ഈ രീതിയിലുള്ള ആലോചിച്ച് ഓരോ ജില്ലയിലും കൃത്യമായ ആലോചന നടത്തി ഉത്തമമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക നിശ്ചയിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഇന്ന് തെരഞ്ഞെടുക്കപ്പെടും, പ്രഖ്യാപിക്കപ്പെടും. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ കാലഘട്ടമല്ല, പണ്ടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല. പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, കൺവിൻസിംഗ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷന് നല്ല സാധ്യതയുള്ള നല്ല നല്ല വ്യക്തികളെ തെരഞ്ഞെടുത്ത് പ്രശാന്ത് ശിവനെ പാലക്കാട് ജില്ലാ പ്രസിഡന്റാക്കിയതിന് എതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളിക്കളയുകയാണ്.